നമസ്കാരം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സെൽഫ് അവയർനെസ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി സെൽഫ് അവയർനെസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന്. അതൊന്നുമല്ല, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പേടി സ്വപ്നങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പേടി സ്വപ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് എങ്ങനെയാണ് സെൽഫ് അവയർനെസ്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. അതിന് മുന്നോടിയിട്ട് ഈ പറയാനുള്ളത് ലൂസിഡ് ഡ്രീമിങ്ങിന് എന്നുള്ളൊരു ടേമിനെ കുറിച്ചാണ്. ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കത്തിലാണ്, പക്ഷെ നമ്മൾ അവെയർ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ പേടി സ്വപ്നം കാണുമ്പോൾ. പേടി സ്വപ്നം നമ്മൾ കുറച്ച് അവെയറാണ്, പക്ഷെ നമുക്കറിയാം നമ്മൾ ഉറക്കത്തിലാണെന്ന് അറിയാം, പക്ഷെ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം ഇതിനെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കുറച്ച് പ്രാക്ടീസ് ആവശ്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് ഒന്ന് ജേർണലി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. എന്താണ് കണ്ട സ്വപ്നം അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമ്മളെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാം. അപ്പം ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് തന്നെ ഈ പേടി സ്വപ്നത്തെ മാറ്റി സംതിങ് പ്രൊഡക്റ്റീവ്, ഒരു പ്രൊഡക്റ്റീവായ ഒരു ഡ്രീം അവിടെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ലൂസി ഡ്രീമിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ള ഏരിയനെയാണ് അത് അതിനുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഏരിയനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മാജിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. സെൽഫ് അവെയർനെസ് എങ്ങനെ കൊണ്ടുവരാ വെച്ചാൽ നമുക്ക് മെഡിറ്റേഷനും അല്ലെങ്കിൽ ഈവൻ യോഗ നിദ്ര അങ്ങനത്തെ സെൽഫ് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്ത്, വളരെ സിമ്പിൾ പ്രാക്ടീസസ് ആണ്, അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും. പിന്നെ ഉണ്ടാകുന്ന മാജിക്സ് എന്താണെന്ന് നമുക്ക് കാണാവുന്നതാണ്. അത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയയ്ക്കുക. എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നിങ്ങളുടെ സ്കിൽസ് ഇൻക്രീസ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, നമുക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ.